വിശദമായി കടക്കുമ്പോൾ ആദ്യം തന്നെ ശശി തരൂർ ഉയർത്തിയ വിവാദങ്ങളും അതിന്റെ തുടർ പ്രതികരണങ്ങളിലേക്കും തന്നെ പോവാം. ശശി തരൂർ എംപിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് മുൻ ഇടതുമുന്നണി കൺവീനറും CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയായ EP ജയരാജനാണ്. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന ശശി തരൂരിന്റെ പരാമർശം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്നാണ് EP-യുടെ അഭിപ്രായം. തരൂരിന്റെ അതേ അഭിപ്രായമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെന്നും വ്യക്തി താൽപര്യങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് നേതാക്കൾ നിക്ഷേപകരെ കേരളത്തിലേക്ക് വരുന്നതിൽ നിന്നും തടയാനാണ് ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും EP ജയരാജൻ പറയുന്നു. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. ഇന്ന് കേരളത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ്. ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്. കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുരോഗതി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഹാനികരമായി തീരുന്നു എന്ന് ഭയന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെടുക്കുന്ന നിലപാട് അതിവേഗം തിരുത്താൻ സാധിക്കണം. ശശി തരൂരാണ് ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ വളർച്ചയിലും കേരളത്തിൻ്റെ പുരോഗതിയിലും വസ്തുതാപരമായ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അപ്പം അതിനോടൊന്നും പ്രതികരിക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അവരെവിടെ എത്തും? ഇന്ത്യയിൽ BJP കഴിഞ്ഞാലുള്ളൊരു പാർട്ടിയല്ലേ? അവർ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നില്ലേ? അങ്ങനെ ഭരിക്കുന്ന കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അവരെവിടെ എത്തിച്ചേരും? അതാണ് കോൺഗ്രസ്സുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ തന്നെ ശശി തരൂരാണ് ശരി എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലുള്ള വകഭേദവും കാണിക്കാറില്ല. എല്ലാവർക്കും ന്യായമായ നിലയിൽ തന്നെ പരോളും ആനുകൂല്യങ്ങളും കൊടുക്കാറുണ്ട്. അത് മാത്രമേ ഇതിലും ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പിന്നെ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശീലക്കാരുണ്ട്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണിപ്പോൾ EP ജയരാജൻ പറയുന്നത്. അതേ